ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണേ. കൂടെ തന്നെ 1/4 കപ്പ് മൈദയും 1/4 കപ്പ് തന്നെ പൊടിച്ച പഞ്ചസാരയും 2 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഈ പൊടികളിലേക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിതിലേക്ക് മണമില്ലാത്ത ഏതെണ്ണ വേണേലും ഉപയോഗിക്കാവേ. അതുപോലെ എണ്ണ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മെൽറ്റാക്കി എടുത്തിട്ടുള്ള ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്തിയാലും നല്ലത് തന്നെയാണ്. എനിക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് കേട്ടോ വേണ്ടി വന്നേ. ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിലാണേ നമ്മുടെ ഈ മാവിരിക്കണേ. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതാ ഇതുപോലെ ചെറിയൊരു ഉരുളയാക്കി എടുത്ത ശേഷം നമുക്ക് കയ്യിൽ വെച്ച് ഷേപ്പാക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാവേ. നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാറില്ലേ, അതേ രുചിയിൽ തന്നെയാണ് നമ്മുടെ ഈ ബിസ്ക്കറ്റും നമുക്ക് കിട്ടുക. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും നമ്മളിതിലേക്ക് ഒരുപാട് എണ്ണയൊക്കെ ചേർത്തിലോന്ന്. നമ്മളിതാ ഈ ഒരളവിൽ എണ്ണ ചേർത്തിയാൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. നമ്മളിതാ ഈ ഒരളവിലാണ് മാവെടുക്കണതെങ്കിൽ ഈ വലുപ്പത്തിലുള്ള 8 ബിസ്ക്കറ്റാണ് നമുക്ക് കിട്ടുക. ബാക്കിയുള്ള 4 ഇട്ടിത്തട്ടിൽ വെച്ചാണ് ബേക്ക് ചെയ്തിട്ടെടുക്കണേ. നമ്മളെല്ലാവരും തന്നെ കൂടുതലായിട്ടും ഇതുപോലത്തെ ബിസ്ക്കറ്റൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ടല്ലേ കുട്ടികൾക്ക് കൊടുക്കുക. പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുഞ്ഞു ചേരുവകൾ വെച്ച് സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കണ അതേ രുചിയിൽ തന്നെയാണ് നമുക്കിതും കിട്ടുക. നമ്മുടെ ഈ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമ്മുടെ ഈ ബിസ്ക്കറ്റൊക്കെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് നല്ലപോലെ ചൂടായിട്ടുള്ള തവയുടെ മുകളിലായിട്ട് നമ്മുടെ ഈ പാൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത് ചെറിയ പാനായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 പാത്രത്തിലായിട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കണേ. നിങ്ങൾ വലിയ പാനാണ് എടുക്കണതെങ്കിൽ അതിൽ തന്നെ നമ്മുടെ 8 ബിസ്ക്കറ്റും വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതിയേ. ഇനി ബാക്കിയുള്ള നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെച്ച ബിസ്ക്കറ്റില്ലേ, അത് ഞാനൊരു കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ടെടുക്കണേ. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഈ തട്ട് ഇതിനുള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതും നമുക്ക് മൂടി വെച്ച് ബേക്ക് ചെയ്തിട്ടെടുക്കാം ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ്. അപ്പോഴേക്കും ഇതും നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ പാനിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബിസ്ക്കറ്റല്ലേ, ഇത് വെച്ചിട്ട് 30 മിനിറ്റായി. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ നമ്മൾ കുക്കറിൽ വെച്ച ബിസ്ക്കറ്റും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതും ഇനി തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുമേ. ഇപ്പോൾ നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. തണുത്തിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ്. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകൾ മാത്രം പോരെ. ഇത് കഴിക്കാനും നല്ല രുചിയാണ്. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്